നിങ്ങളുടെ പേരിൽ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ 3 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് തരണം. ആ സ്ഥലത്തിന്റെ വില എന്താണോ അതിന്റെ 3 ഇരട്ടി തുക ഞാൻ നിങ്ങൾക്ക് തരും. മതിപ്പ് വിലയല്ല, മോഹവിലയാ ഈ കച്ചവടത്തിൽ ഞാൻ നോക്കുന്നത്. ആ സ്ഥലം ഞങ്ങളിപ്പോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല മാഡം. അത് പറയാനാ നേരിട്ട് വന്നത്. അതിന് താനാരാ? എന്റെ പേര് രതീഷ്. അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ ഉള്ള ആളാ ഞാൻ. പിന്നെ നിങ്ങളുടെ ആളുകൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞോണ്ടാ ഞാനിപ്പോ ഇവരുടെ കൂടെ വന്നത്. താനും കൂടി വന്നെന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തനിക്ക് വേണ്ടത് കാശാണെങ്കിൽ പറഞ്ഞു, അത് തരാം. കാശൊന്നും വേണ്ട, നിങ്ങൾ ഇവരെ ഉപദ്രവിക്കാതിരുന്നാ മതി. നിങ്ങളെപ്പോലുള്ള വൻകിട കോർപ്പറേറ്റുകളുമായി മത്സരിക്കാൻ ഈ പാവങ്ങൾക്ക് പറ്റില്ല. ഞാൻ വന്നത് ഇവരുടെ സ്ഥലം വാങ്ങാനാ. അപ്പൊ സംസാരിക്കേണ്ടത് ഞാനും ഇവരും തമ്മിലാ. അവരുടെ അഭിപ്രായം തന്നെയാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർത്തല. നീ ആരോടെ സംസാരിക്കുന്ന അറിയോ? നരേന്ദ്ര, അതെ, ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് നിങ്ങളുടെ സ്ഥലം വേണം. 3 ഏക്കർ കൊടുത്താൽ മറ്റെവിടെയെങ്കിലും 6 ഏക്കർ വാങ്ങാനുള്ള പണം മേഡം തരും. എങ്ങനെ നോക്കിയാലും ലാഭം നിങ്ങൾക്ക്. അത് ഞങ്ങൾക്കറിയാം. സ്ഥലം വിൽക്കുന്നില്ല എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അച്ഛനൊപ്പമാരായിട്ട് തന്ന സ്ഥലം അത് വിൽക്കാൻ മനസ്സനുവദിക്കുന്നില്ല. ഞങ്ങൾ കൃഷി ചെയ്താ ജീവിക്കുന്നെ, അതേ ഞങ്ങൾക്ക് അറിയൂ. ഞങ്ങൾ ആ മണ്ണിൽ എന്ത് നട്ടാലും ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ഈശ്വരാനുഗ്രഹമുള്ള മണ്ണാ അത് വിറ്റിട്ട് ഞങ്ങൾക്ക് വേറെ വേണ്ട. ദയവായി നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലം നോക്കണം.